ട്രിപ്പിൾ ഓം ശാന്തി. അഡ്വാൻസ്ഡ് ജ്ഞാനം. ഈ അഡ്വാൻസ്ഡ് ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരിലും ഓരോ രീതിയിൽ തന്നെയാണ് ആക്റ്റീവ് ആവുക. അഡ്വാൻസ്ഡ് ജ്ഞാനം എടുത്തവർ 10 വർഷമായോ 5 വർഷമായോ 2 വർഷമായോ 1 വർഷമായോ ഇതല്ല, അതിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അർത്ഥം മനസ്സിലാക്കിയ എല്ലാവർക്കും ഒരേപോലെ ഒന്നും മനസ്സിലാവില്ല. ജ്ഞാനത്തിന്റെ കാര്യം തന്നെ അങ്ങനെയാണ്. കോടിയിലും ചിലരിലും ചിലർക്ക്. അഡ്വാൻസ്ഡ് ജ്ഞാനാണെങ്കിലും അതേപോലെ തന്നെ, അതും കോടിയിലും ചിലരിലും ചിലർക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് മനസ്സിലായിട്ട് തത്ത പറയും പോലെ പറയാൻ കഴിയണവരുണ്ടാവും. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള പ്രാക്ടിക്കൽ വശം, സാമ്പാർ, ചോറ്, കറി, ഇതൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കാൻ നല്ല കുടുംബിനികൾക്ക് സാധിക്കും. നല്ല കുടുംബിനികൾക്ക് സാധിക്കും. പക്ഷെ ഒരു കുടുംബനാഥൻ നന്നായിട്ട് കുടുംബത്തെ കൈകാര്യം ചെയ്യാൻ, ആ കുടുംബത്തിൽ വേണ്ടുന്ന പ്രയാസങ്ങൾ വരുമ്പോൾ, അല്ലാത്ത സമയത്ത് നോർമലി ജീവിതം ഒരേ ലെവലിൽ പോയിക്കൊള്ളണമെന്നില്ല. അസുഖങ്ങൾ വരും, മരണങ്ങൾ വരും, പല സാഹചര്യങ്ങൾ വരും. ഈ സാഹചര്യത്തിലും ഇളക്കം തട്ടാതെ തന്നെ ഇളകാതെ എന്നല്ല, ഇളകുന്ന സാഹചര്യത്തിലും അതിനെ കൈകാര്യം ചെയ്യാൻ, തന്മയത്വത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ ഒരു കുടുംബനാഥന് സാധിക്കുമെങ്കിലും നമ്മുടെ പൊതു സമൂഹം പറയുന്ന അവിടുത്തെ കുടുംബനാഥയുടെ കൈകാര്യം എന്ന രീതിയിലായി. കുടുംബനാഥനും ഒരുമിച്ച് ഒരേ മനസ്സോടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് പവർ വേറെ തന്നെ. അതല്ല, തന്മയത്വത്തോടെ കുടുംബനാഥൻ മാത്രം വിചാരിച്ചാലും കാര്യം നടക്കും, കുടുംബനാഥ മാത്രം വിചാരിച്ചാലും കാര്യങ്ങൾ നടക്കും. ഇത് പല കുടുംബങ്ങളിലും പല കാറ്റഗറിയിലായിരിക്കും സംഭവിക്കുക. ചിലയിടത്ത് പരാജയം സംഭവിക്കും, ചിലയിടത്ത് വിജയം സംഭവിക്കും. പരാജയം സംഭവിച്ചത് മോശമാണെന്നും വിജയം സംഭവിച്ചത് അത്യുത്തമമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനെന്തായാലും ഉത്തമമുണ്ട്, മധ്യമുണ്ട്, കനിഷ്ഠമുണ്ട്. അത് ഏതൊരു കുടുംബത്തില്, ഏതൊരു ജാതിയില്, ഏതൊരു മതത്തില്, ഏതൊരു വർണ്ണത്തിൽ എടുത്തു നോക്കിയാലുണ്ടോ. ഇതേ സംഭവം തന്നെയാണ് ജ്ഞാനമാർഗത്തിലും അഡ്വാൻസ്ഡ് ജ്ഞാനത്തിലൊക്കെ വരാൻ പോണത്. അതിൻ്റെ ഒരു കൃത്യത മനസ്സിലാക്കാൻ ഉള്ളിലേക്ക് തന്നെ തിരിയണം. ഉള്ളിലേക്ക് തിരിയുന്ന ഒരു കാര്യം, ഉള്ളിലേക്ക് എങ്ങനെ തിരിയാന്നുള്ളതല്ല, ഉള്ളിലേക്ക് തിരിഞ്ഞ് എങ്ങനെ അവൻ്റെ രീതി ക്ലിയറാക്കി മുന്നോട്ട് പോവാം. ഇത് ചിന്തിക്കുക, മുന്നോട്ട് പോവാം. കുറച്ചുകൂടെ ഗുപ്താണേ. ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. ട്രിപ്പിൾ ഓം ശാന്തി.